അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. തജ്വീദിലെ ഇന്നത്തെ പാഠം ഇവിടുന്ന് ഇവിടം വരെയാണ്. ഓക്കെ, നമുക്കൊന്ന് വായിക്കാം. മുകളിൽ കാണിച്ച ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. ഇവിടെ കുറേ ഉദാഹരണങ്ങളുണ്ട്. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. ഇവിടെ ഒരു കള്ളിയിൽ, ഇവിടെ ഒരു കള്ളിയിൽ, ഇവിടെ ഒരു കള്ളിയിൽ, 3 കള്ളിയിലായിട്ട് 15 ഉദാഹരണങ്ങളുണ്ട്. ഒന്നാമത്തെ കള്ളിയിലെ ഹാ ഉകളെ തഅനീസിൻ്റെ ഹാ എന്നും, രണ്ടാം കള്ളിയിലെ ഹാ ഉകളെ സക്തയുടെ ഹാ എന്നും, മൂന്നാം കള്ളിയിലെ ഹാ ഉകളെ ലമീറിൻ്റെ ഹാ എന്നും പറയും. കണ്ടോ, ഒന്നാമത്തെ കള്ളിയിലെ ഹാ, ഈ ചുവന്ന കളറുള്ള ഈ അക്ഷരങ്ങളാണ് ഹാ. കണ്ടോ, 1 2 3 4 5 6 7 8 9 ഹാ ഉണ്ട് ഈ ഒന്നാം കള്ളിയിൽ. ഈ ഹാകളെ എന്ത് ഹാ എന്നാ പറയാ? തഅനീസിൻ്റെ ഹാ. ഓക്കെ, രണ്ടാമത്തെ കള്ളിയിൽ 1 2 3 4 5 ഹാ ഉണ്ട്. ഈ ഹാകളെ എന്ത് ഹാ എന്നാ പറയാ? സക്തയുടെ ഹാ. മൂന്നാമത്തെ കള്ളി ഇതിലെത്ര ഉണ്ട്? 1 2 3 4 5 ഇതിലുണ്ട്. ഈ 5 ഹാകളെ എന്താ പറയാ? ലമീറിൻ്റെ ഹാ എന്നും പറയും. ഇതിൻ്റെ ബാക്കി നോക്കാം. തഅനീസിൻ്റെ ഹായിനെ ചേർത്തി ഓതുമ്പോൾ ത ആയിട്ടും അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ടും ഉച്ചരിക്കണം. ഓക്കെ, ഈ കളിയിലുള്ളതാണല്ലോ തഅനീസിൻ്റെ ഹാ. ഈ ഹാകൾ ചേർത്തി ഓതുകയാണെങ്കിൽ ത ആയിട്ട് തു തി ത തുൻ തിൻ തെന്നൊക്കെ ഇങ്ങനെ ഓതുക. നമുക്ക് നോക്കാം. ഇവിടെ ഇതും ഇതും കൂടി ചേർത്തി ഓതുമ്പോൾ ഇവിടെ ത ആയിട്ട് പറയണം. അൽ ഖാരിഅതു മൽ ഖാരിഅ. കണ്ടോ, തൂ എന്നാണ് പറഞ്ഞത്. ഇനി ഇവിടെ നിർത്തുകയാണെങ്കിലോ തൂ എന്ന് പറയില്ല, അൽ ഖാരിഅ. കണ്ടോ, ഇപ്പം ഹായ്. മൽ ഖാരിഅ ഇവിടെ നിർത്തിയപ്പോൾ ഹ ആയി മാറി. ഇനിയോ ഇതിൻ്റെ ബാക്കി ഓതുകയാണെങ്കിലോ ഇവിടെയും ത ആവും. നമുക്ക് നോക്കാം. അൽ ഖാരിഅതു മൽ ഖാരിഅതു വമ. കണ്ടോ, ഒമ എന്നുള്ള വാക്കിനോട് ഇതോട് ചേർത്തപ്പോൾ ഇത് തൂന്നായി. മനസ്സിലായില്ലേ? അതേപോലെയാണ് എല്ലാം ഈ ഹാകളെ. ഇതേപോലെ പുള്ളിയുള്ള ഹാഇന് പുള്ളിയുള്ളത്, അതിനാണ് തഅനീസിൻ്റെ ഹാ എന്ന് പറയാം. ഇങ്ങനെയുള്ള ഹാകളെ ചേർത്തി ഓതുമ്പോൾ വേറെ, നിർത്തുമ്പോൾ വേറെ. നിർത്തുമ്പോൾ ഹ ആയിട്ടും ചേർത്തുമ്പോൾ ത ആയിട്ടും ഓതും. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇനി ഇവിടെ നോക്കാം. സക്തയുടെ ഹാ ഇനി എപ്പോഴും സുക്കൂനായിരിക്കും. ഇതാണ് സക്കത്തൻ്റെ ഹാ. ഇവിടെ 5 ഉണ്ടല്ലോ. ഇതിനെപ്പോഴും സുക്കൂനേക്കാരം. കണ്ടോ, ചേർത്തി ഓതുകയാണെങ്കിലും സുക്കൂന്, നിർത്തുകയാണെങ്കിലും സുക്കൂന്. മാഹിയഹ്. കണ്ടോ, ഇതിൻ്റെ ബാക്കി ഓതുകയാണെങ്കിലും ഇവിടെ സുക്കൂന്. എല്ലാം അങ്ങനെ തന്നെ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി നോക്കാം. ലമീറിൻ്റെ ഹായിനെ മുന്നിലോ, ലമീറിൻ്റെ ഹായിൻ്റെ മുന്നിലോ പിന്നിലോ സുക്കൂൻ ഉണ്ടെങ്കിൽ ഹായിനെ നീട്ടാതെയും ഹർക്കത്താണെങ്കിൽ ഒരു അലിഫിൻ്റെ ഖദർ നീട്ടിയും ഓതണം. ശ്രദ്ധിക്കുക, ഇവിടെ ഉള്ളതൊക്കെ ലമീറിൻ്റെ ഹാ ആണ്. ഈ ഹാ ഇവിടെ, ഇവിടെ ഹാ, ഇവിടെ ഹാ, ഇവിടെ ഹാ, ഇവിടെ ഹാ, ഇവിടെ ഹാ. ഈ ചില ഹായിൻ്റെ മുന്നിലും ശേഷവും ഹർക്കത്താണ്. അപ്പം ഇത് നമുക്ക് നോക്കാം. ലഹു മാ ഫിസ് സമാവാത്ത്. ഈ ഹൂവിൻ്റെ മുമ്പത്തെ അക്ഷരത്തിനും ഹർക്കത്താണ്, ശേഷവും ഹർക്കത്താണ്. ഹർക്കത്ത് പറഞ്ഞാൽ ഫത്തഹ് കസ്ർ ലമ്മ്. അപ്പോൾ ഇവിടെ നീട്ടണം. മുമ്പത്തിനും ഹർക്കത്ത്, ശേഷം ഹർക്കത്താണെങ്കിൽ ഇതിനെ ഒരു അലിഫിൻ്റെ ഖദർ 2 ഹർക്കത്ത് നീട്ടുക. അങ്ങനെ ലഹു മാ ഫിസ് സമാവാത്ത്. ലഹു കുറച്ച് നീട്ടുക. ഇത് നോക്ക്. ഓ ബിഹി യസ്തഅ്ജിലൂൻ. ഇവിടെയും ഈ അതിൻ്റെ മുമ്പും ശേഷം ഹർക്കത്തായതുകൊണ്ട് ഒരു അലിഫിൻ്റെ ഖദർ നീട്ടുക. എങ്ങനെ? ഓ ബിഹി യസ്തഅ്ജിലൂൻ. ഓ ബിഹി. ഇത് നോക്ക്, ഇതിനെ നീട്ടാൻ പാടില്ല. കാരണം എന്താ? ഈ അതിൻ്റെ മുമ്പ് ഹർക്കത്താണ്, ശേഷം ഹർക്കത്തല്ല, സുക്കൂനാണ്. അപ്പോൾ മുമ്പും ശേഷവും ഹർക്കത്താണെങ്കിൽ നീട്ടണം.
മുമ്പോ ശേഷമോ സുക്കൂനുണ്ടെങ്കിൽ നീട്ടാൻ പാടില്ല. അപ്പോൾ ഇവിടെ നീട്ടരുത്. ലഹുൽ മുൽക്കു എന്നാ പറയാം. ലഹു മുൽക്കു എന്ന് ഓതാൻ പാടില്ല. കാരണം ശേഷം സുക്കൂനുണ്ട്. ഇത് നോക്ക്, അൻഹു തലഹ കണ്ട, ഹായിൻ്റെ മുമ്പ് സുക്കൂനാണ്, അപ്പോൾ നീട്ടാൻ പാടില്ല. മുമ്പോ ശേഷമോ സുക്കൂനാണെങ്കിൽ നീട്ടാതെയും, മുമ്പും ശേഷവും ഫത്തോ കസുറോ ലൊമ്മോ ആണെങ്കിൽ നീട്ടിയും ഓതണം. ഓക്കെ, ഇത് നോക്ക്, ഈ അതിൻ്റെ മുമ്പ് സുക്കൂനാണ്, ശേഷം സുക്കൂനാണ്, അപ്പോഴും നീട്ടാതെ ഓതുണ്ട്. വഇലൈഹിൽ മസീർ കണ്ടോ, മനസ്സിലായില്ല എല്ലാവർക്കും? എല്ലാ ഹാവുകളും പദത്തിൻ്റെ അവസാനത്തിലാണ് വരിക. ഇതിലുള്ള ഹാവും ഇതിലുള്ള ഹാവും ഇതിലുള്ള ഹാവും പദത്തിൻ്റെ അവസാനം. കണ്ടോ, അൽ ഖാരിയ എന്ന പദത്തിൻ്റെ അവസാനമാണ്. ഇവിടെയുണ്ട് അൽ ഖാരിയ, ഇതിൻ്റെ അവസാനമാണ്. ഇവിടെ അൽ ഓഷിയൻ്റെ അവസാനമാണ്. ഇവിടെ ഫാക്കിഹത്തിൻ ഇതിൻ്റെ അവസാനമുണ്ട്. കസീറത്തിൻ ഇതിൻ്റെ അവസാനമുണ്ട്. അപ്പോൾ എല്ലാ ഈ വാക്കിൻ്റെ അവസാനം കണ്ടോ, ഈ വാക്കിൻ്റെ അവസാനം കണ്ടോ, ഈ വാക്കിൻ്റെ അവസാനം, ഈ വാക്കിൻ്റെ അവസാനം, ഈ പദത്തിൻ്റെ എല്ലാ പദത്തിൻ്റെ അവസാനമാണ് ഈ ആവ് വരിക. ഇത് നോക്ക്, ഇതൊക്കെ ഓരോ പദങ്ങളാണ്, ഇതിൻ്റെയൊക്കെ അവസാനമാണ്. ആദ്യത്തിലോ മധ്യത്തിലോ വരുന്ന ആളുകളെ പറ്റിയല്ല ഈ പറഞ്ഞത്, അവസാനം വരുന്ന ആളുകളാണ് ഈ മൂന്നാലൊരു ഹാവ്. ഓക്കെ, ഇവിടെ നോക്ക്, ഇതൊരു പദമാണ്, ഇതിൻ്റെ അവസാനം ഇതൊരു പദമാണ്, ഇതൊരു പദം, ഇതൊരു പദം, ഇതൊരു പദം. ഇതിൻ്റെ അവസാനം വരുന്ന ആളുകളാണ് എന്ത് പറയുക, ദമീറിൻ്റെ ആൾ എന്ന് പറയാം. ഇതേപോലുള്ള ആളുകളാണ് സക്കത്തയുടെ ആൾ എന്ന് പറയാം. ഇതേപോലുള്ള ആളുകളാണ് തേനീസിൻ്റെ ആൾ എന്ന് പറയുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്ലാസ് ആവർത്തിച്ച് കേട്ടത് വായിക്കുന്നതും ഇതിലുള്ള കാര്യങ്ങളും പഠിക്കുക. അസ്സലാമു അലൈക്കും.